നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ സ്മാർട്ട് ഫോൺസ് പോക്കറ്റിൽ വെച്ച് യൂസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ ഇൻഫെർട്ടൈൽ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഒരുപാട് നേരം സ്മാർട്ട് ഫോൺസ് പോക്കറ്റിൽ വെച്ച് യൂസ് ചെയ്യുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ എത്രയും വേഗം അവരെ ടാഗ് ചെയ്യണം. കാര്യം ഞാൻ നമ്മുടെ ജനറേഷനെ ദി ബെസ്റ്റ് ടാക്കുകയാണ് വോക്ക് ഡീബഗിലൂടെ. എന്റെ ഏതൊക്കെ റീൽ കണ്ടില്ലെങ്കിലും വോക്ക് ഡീബഗ് എന്ന് പറഞ്ഞ ഒരു പേജിൽ വരുന്ന റീൽസ് എല്ലാം നിങ്ങൾ മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കണം. ഹെൽത്ത് വേസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ്സ് മാത്രമാണ് നമ്മൾ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ആൺ പെൺ വ്യത്യാസം ഇല്ലാതെ അഫക്ട് ചെയ്യുന്ന ഒരു കേസാണ്. ചില സ്റ്റഡീസ് പ്രകാരം ഒരുപാട് സെൽഫോൺ റേഡിയേഷനിൽ എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ യൂട്രൈൻ വാളിന്റെ ലൈനിങ്ങിന് പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എക്സിലും ഒവേറിയൻ ഫോളിക്കിൾസിലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതേ സംഭവം തന്നെ മെയിൽസിന്റെ കേസിൽ മറ്റൊരു സ്റ്റഡിയിൽ നോക്കിയപ്പോൾ ഓവർ സെൽഫോൺ റേഡിയേഷൻ സ്പേംസിന്റെ കോൺസെൻട്രേഷനെ കുറയ്ക്കുന്നതായിട്ട് കാണപ്പെട്ടിരുന്നു. പക്ഷേ ഇത് പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇതുവരെ അഷ്യൂർഡ് ആയിട്ടുള്ള സ്റ്റഡീസിൽ പറഞ്ഞിട്ടില്ല നമ്മൾ നോർമൽ സെൽഫോൺ റേഡിയേഷന് ഇതേപോലെ ഇൻഫെർട്ടൈൽ ആക്കുമെന്ന്. അതിന്റെ സ്റ്റഡീസ് ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. പക്ഷേ പാരലൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഇപ്പോൾ കൂടി വരികയാണ്. ചില റിസർച്ചേഴ്സ് പറയുന്നത് ഫോൺ ഓഫ് ആക്കി പോക്കറ്റിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ല സേഫ് എന്ന്. പക്ഷേ നമുക്ക് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ സ്മാർട്ട് ഫോണിന്റെ യൂസ് എന്താണെന്നല്ലേ. ഇപ്പൊ ഇവർ തന്നെ പറയുന്നത് മാക്സിമം നമ്മുടെ ബോർഡിൽ നിന്ന് മാറ്റി ഫോൺ യൂസ് ചെയ്യണമെന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ബാഗോ അല്ലെങ്കിൽ